Hello friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്താണെന്നാണ് നോക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് കാണുക ഒന്നെങ്കിൽ ഇക്വിറ്റി ഫണ്ട്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട്, ഇങ്ങനെ പറഞ്ഞാണ് കാണുക. അതായത് ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത് 65% അതിൽ കൂടുതലോ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റീസ് അഥവാ ഷെയർസുകളായിരിക്കും. അതേസമയം മറ്റ് ഫണ്ടുകൾ, ഡെപ്റ്റ് ഫണ്ടുകളാണെങ്കിൽ അവരുടെ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ മറ്റ് ബോണ്ടുകളിലോ ആയിരിക്കും. ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെ ഒരു മിക്സ് ആയിട്ട് നിക്ഷേപിക്കും. ഇത് സാധാരണ ഫണ്ടുകൾക്ക് ഒരു പ്രത്യേക അനുപാതത്തിലായിരിക്കും അവരെപ്പോഴും നിക്ഷേപിക്കുക. അതായത് ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ അതിന് 65% മുകളിൽ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സിൽ നിക്ഷേപിച്ചാൽ മാത്രമേ അവർക്ക് ഇക്വിറ്റി ഫണ്ടിന്റെ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ മറ്റു ഫണ്ടുകളും അവർക്ക് ഓരോരോ സ്ട്രാറ്റജി ഉണ്ടാവും. അവരുടെ ടോട്ടൽ നിക്ഷേപിക്കുന്ന ഫണ്ടിന്റെ ഇത്ര ശതമാനം ഇത്ര അസറ്റിലേക്ക് നിക്ഷേപിക്കണം, മറ്റത് ഇത്ര അസറ്റിലേക്ക് നിക്ഷേപിക്കണം, അങ്ങനെ ഓരോരോ ഇതുണ്ടാവും, ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു റൂൾ ഉണ്ടാവും. എന്നാൽ നമ്മൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് കുറച്ചും കൂടെ ഈ നിക്ഷേപ അനുപാതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. അത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മാർക്കറ്റ് നല്ല പീക്കിൽ പോണ സമയത്ത് നമുക്കറിയാം ഏത് സമയം മാർക്കറ്റ് വേണമെങ്കിൽ കറക്ഷൻ ആവാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഈ ഫണ്ട് മാനേജർ, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടിന്റെ മാനേജർ അവരുടെ ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയും കൂടുതൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യും. അതേസമയം ഇനി മാർക്കറ്റ് നല്ലപോലെ കറക്റ്റ് ചെയ്ത് ഏറ്റവും താഴേക്ക് വരുന്ന ഒരു അവസരത്തിൽ ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലുള്ള നിക്ഷേപങ്ങൾ കുറച്ചിട്ട് പകരം കൂടുതൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് അത് നല്ലൊരു നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം പിന്നീട് ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടിട്ടാണ് ഇവര് ഇങ്ങനെയൊരു നിക്ഷേപം നടത്തുക. അപ്പം ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. അതായത് പെട്ടെന്ന് നിക്ഷേപ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ്. ഇനി എങ്ങനെയാണ് ഇവർ എത്ര ശതമാനം ഇക്വിറ്റിയിൽ നിക്ഷേപിക്കണം അല്ലെങ്കിൽ എത്ര ശതമാനം ഡെപ്റ്റിൽ നിക്ഷേപിക്കണം എന്നുള്ളത് തീരുമാനം പ്യൂർലി നമ്മുടെ ഫണ്ട് മാനേജറുടെ അടുത്താണ്. സാധാരണ അവരെ നിഫ്റ്റി PE റേഷ്യോ നോക്കിയിട്ടൊക്കെയാണ് നിക്ഷേപിക്കുക. അപ്പം നിഫ്റ്റി PE വെച്ചിട്ട് എങ്ങനെ നിക്ഷേപിക്കണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പാസ്റ്റ്ലി പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ നോക്കുക. പിന്നെ ഈ ഒരു ഫണ്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറഞ്ഞ റിസ്കിൽ മെച്ചപ്പെട്ട ഒരു റിട്ടേൺ എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഈ ഒരു ഫണ്ടില് ഒരു ഇക്വിറ്റി ഫണ്ടിന്റെ അത്രയും ഒരു പെർഫോമൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇക്വിറ്റി ഫണ്ടുകൾ നല്ല ഭൂമിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ബുൾ മാർക്കറ്റിൽ നല്ല റിട്ടേൺ നൽകുന്നുണ്ട്. അതുപോലെ ബെയർ മാർക്കറ്റിൽ വളരെയധികം നെഗറ്റീവ് റിട്ടേണും ആയിരിക്കും നൽകുക. പക്ഷേ ഈ ഫണ്ട് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഒരിക്കലും അവരുടെ അത്ര ഒരു റിട്ടേൺ നൽകത്തില്ല. എങ്കിലും നമ്മുടെ ക്യാപിറ്റൽ കുറെ കൂടി സേഫ് ആയിരിക്കും. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനെ അപേക്ഷിച്ച് കഴിയുമ്പോൾ കുറെ കൂടി സേഫ് ആയിരിക്കും, എസ്പെഷ്യലി ബിയർ മാർക്കറ്റിൽ. അന്നേരം ഇക്വിറ്റി ഫണ്ട്സ് നെഗറ്റീവ് റിട്ടേൺസ് കാണിക്കുമ്പോൾ അതിനേക്കാളും ഒരു മെച്ചപ്പെട്ട റിട്ടേൺ ആയിരിക്കും എന്തായാലും ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ തരിക. ആ ഒരു റിസ്ക് മാനേജ്മെന്റ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ നടക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ മുകളിലേക്ക് പോകും തോറും ഇക്വിറ്റിയിലെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയും ഡെപ്റ്റിലെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുകയും ചെയ്യുന്നു. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് ഒത്തിരി താഴേക്ക് വരുന്ന അവസരത്തിൽ ഡെപ്റ്റിലെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് ഒരു റേസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ അവർ നേടിയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ ഫോളോ ചെയ്യുന്നത്. സോ ഇതാണ് പറയാനുള്ളത് ഈ വീഡിയോയിൽ. സോ ഒരു ബിലോ ആവറേജ് റിസ്കിൽ ഒരു എബോവ് ആവറേജ് റിട്ടേൺ നേടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. എല്ലാവരും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.